ചിത്തുമോൻ കുറെ നാളായിട്ട് പറഞ്ഞൊരു ആഗ്രഹം ഇന്നങ്ങ് സാധിച്ചു കൊടുക്കാന്ന് കരുതി. കൊച്ചുങ്ങൾ എന്നായാലും ആഗ്രഹം പറഞ്ഞ നമ്മളെ കൊണ്ട് പറ്റുവാന്നെ അതങ്ങ് സാധിച്ചു കൊടുത്തേക്ക്. അങ്ങനെ നമ്മൾ നേരെ പോയത് തിരുവനന്തപുരത്തുള്ള സൂവിലോട്ടാണ്. മാനുണ്ട് പുലിയുണ്ട് മാങ്ങാ തൊലിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എലിയെ പോലും കാണാനില്ലല്ലോ. കുറച്ചുകൂടെ ഉള്ളിൽ പോണം. ഉള്ളി പോണെന്ന് പറഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. പുലി പോയിട്ടൊരു പൂച്ചയെങ്കിലും കണ്ടാൽ മതിയായിരുന്നു. വലിയ പണക്കാരല്ലേ ഊട്ടിന്ന് കൊടക്കനാലിന്ന് കൊണ്ടുവന്ന ഈ റബ്ബർ പോലത്തെ ഏതോ പച്ചക്കറിയാണെന്നാ തോന്നണേ. കനകമ്മേ ഓ കഞ്ഞിയാകുമ്പോ വിളിച്ചാ മതി. പുളി ഒരുക്കം കണ്ടാ തോന്നും ഏതാണ്ട് പണിക്ക് പോകാൻ പോവുകയാണെന്ന്. ஒருத்த மைண்டை கண்ட்ரோல் பண்ண நான் இப்போ ட்ரை பண்ணேன். ஆனால் எப்படின்னு தெரியல, என்னால் அது முடியல. തണ്ണിക്കുള്ള വാടാ വേണ മാസത്തിൽ 2 തവണ കുളിച്ചാല് എനിക്ക് ജലദോഷം വന്നിടും. പറയാൻ ചേച്ചി അരിയെടുത്ത് വെച്ചായിരുന്നോ? അയ്യോ അപ്പി, ഞാൻ മറന്നുപോയി കേട്ടാ. നിക്കേ, നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. ഓമന കുഞ്ഞേ ഉറങ്ങൂ കുട്ട, കരളിന്റെ പുഞ്ഞാര മോനെ. എന്താടാ നിനക്ക് ബോറടിച്ച? ഇല്ല, ബോറടിച്ചില്ല. നിനക്ക് മാസാണ് വേണ്ടത്. എനിക്കൊരു അമ്മയുടെ അച്ഛന്റെയും വാത്സല്യം കിട്ടിയിട്ടില്ല. നിങ്ങൾ കല്യാണം കഴിച്ച് കിടക്കുമ്പോ എനിക്ക് അതിന്റെ നടുവിൽ കിടന്ന് ഇങ്ങനെ കൊഞ്ചണം. വാത്സല്യം വേണേ. ഞാൻ സുർജിത് സിംഗിന്റെ കൂടെ ആയിരുന്നപ്പോ പട്ടാള നിസ്സാരായിരുന്നു ഭക്ഷണം. അതുകൊണ്ട് എനിക്ക് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ തല കറങ്ങും. എനിക്കും അങ്ങനെ. പട്ടാളത്തിൽ ഏതെങ്കിലും സിംഗിന്റെ കൂടെ ആയിരുന്നു. എനിക്ക് പ്രഷറിന്റെ ഇതെല്ലാം കൂടി വാരി തിന്ന പിന്നെ എങ്ങനെയാ പ്രഷറില്ലാതിരിക്കുക? സെറ്റപ്പുകളൊക്കെ കൊള്ളാം. എഴുന്നേക്ക് രതീഷ്. രതീഷ്, ഞാൻ എന്നെ വിളിക്കുന്നത് ഇങ്ങനെ ഇവിടെ തുടങ്ങാമോ? രതീഷ്, ഒരാഴ്ചയല്ലേ ജില്ലും കൂട്ടി കിടന്ന് തുടങ്ങുന്നത്. എണീറ്റ്. എന്തൊരു ചൊറിച്ചില്. നീ കൊള്ളാമല്ലോടി പെണ്ണെ. ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കടാ. ഈശ്വര, എന്തൊരു ചൈതന്യം. നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. ഈശ്വര, ഇതെന്താ തടാകോ? ഒരു കള്ള മന്ത്രവാദിയാണെന്ന് എന്റെ മോന്ത കണ്ടാലാ. ഇവനെ കൊണ്ടുപോയി കുളിപ്പിച്ച് ശുദ്ധമാക്കും. ശരി, ക്ഷമിക്കണം. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ കുളിച്ചതാ. ഇനി അടുത്ത ഞായറാഴ്ച കുളിക്കാൻ ഉപദ്രവമുണ്ട്.